വിശദമായ വാർത്തയിലേക്ക്. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. അന്ന് തന്നെ പോലീസ് ആദ്യമേ പറഞ്ഞ കാര്യം നന്നായി കുടുംബത്തെ അടുത്തറിയാവുന്ന ആളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിൽ അയൽവാസി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കേസിൽ തുടക്കത്തിൽ തന്നെ പോലീസ് സംശയിച്ചിരുന്നു. അതായത് അയൽവാസിയായ അല്ലെങ്കിൽ ഈ വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കും ഈ കവർച്ച നടത്തിയതെന്ന്. ഏതായാലും ആ നിഗമനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും മന്നയിലെ അരി മൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലെ കവർച്ച, അതായത് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും കവർച്ച ചെയ്ത കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. അയൽവാസിയായ ലിജീഷാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടക്കത്തിൽ 3 പേരാണ് ഈ മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറഞ്ഞതെങ്കിൽ പിന്നീട് അത് 2 പേരെന്നും ഏറ്റവും ഒടുവിലായി ഒരാളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് എത്തുകയായിരുന്നു. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ ഈ പരിശോധനയിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. മാത്രമല്ല, ഈ കവർച്ച ചെയ്ത 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇയാളുടെയും വീട്. അതായത് ഈ വീടുമായി കൃത്യമായി അറിയുന്ന, ഈ വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ലിജീഷ്. തുടക്കത്തിൽ പോലീസ് ഇയാളെ സംശയിച്ചിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ഒക്കെ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് വിരലടയാളമാണ്. വിരലടയാളത്തിൽ ഇയാളുടെ നേരത്തെ ഈ വീട്ടിൽ നിന്നും, കവർച്ച നടന്ന വീട്ടിൽ നിന്നും 16ഓളം വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. ഒപ്പം അയൽവാസികളൊക്കെ ആയ 23 പേരുടെ വിരലടയാളമാണ് ശേഖരിച്ചിരുന്നത്. അത്തരത്തിൽ ആ വിരലടയാളമാണ് ഇതിൽ കേസിൽ നിർണായകമായത്. അതിനൊപ്പം പോലീസ് നായ മണം പിടിച്ച് വീടിന് പുറകിലുള്ള വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. ആ വഴിയിൽ തന്നെയാണ് ഇയാളുടെ വീടും. ഏതായാലും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം വളപട്ടണം സ്റ്റേഷനിലേക്ക് ഈ കവർച്ച നടത്തി പോയി. മറ്റ് ഈ പരിസര പ്രദേശങ്ങളിലെ ഏതെങ്കിലും ഒരു CCTV പോലും ഈ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. അത് തന്നെയാണ് പോലീസിനെ സംശയിച്ചതും. ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരാൾ, വീടുമായി അടുത്ത ബന്ധമുള്ള അയാൾ, അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാൾ ഈ കവർച്ച നടത്തിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. കാരണം 19-ാം തീയതിയാണ് കുടുംബം വീട് ഇത്തരത്തിൽ പൂട്ടി മധുരയിലെ ഒരു വിവാഹ സൽക്കാരത്തിന് പോയത്. 20-ാം തീയതി ഈ കവർച്ച നടക്കുന്നു. ഞായറാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കവർച്ച നടന്ന വിവരം ഈ വീട്ടുടമ അറിയുന്നത്. വീട്ടിന് പുറകുവശത്തെ ഈ ഗ്രിൽസ് അത് തകർത്ത് ആ വീടിനകത്ത് കയറി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറിന്റെ താക്കോലെടുത്ത് ഈ ലോക്കർ തുറന്നായിരുന്നു കവർച്ച നടത്തിയത്. അതായത് 40 മിനിറ്റ് നേരം കൊണ്ട് ഇയാൾ 300 പവൻ സ്വർണ്ണാഭരണവും അതുപോലെ തന്നെ പണവും കവർന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പോലീസിന് കൃത്യമായി തുടക്കത്തിൽ തന്നെ ഇത് വീടുമായി അടുത്ത് ബന്ധമുള്ള ഒരാളെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ സാധിച്ചു. അത് മാത്രമല്ല, ഈ കവർച്ച നടന്നതിന് പിറ്റേ ദിവസം, അത് കഴിഞ്ഞ് പിറ്റേ തൊട്ടടുത്ത ദിവസം ഇയാൾ വീണ്ടും ഈ വീട്ടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തെളിവുകൾ ബാക്കിയായിട്ടുണ്ടോ എന്നറിയാനാണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി മുഖം മറച്ച നിലയിലായിരുന്നു. ഇയാളെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ, ശാസ്ത്രീയമായ തെളിവുകളിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം 9 മണിയോട് കൂടി ഉണ്ടാവും. വിശദമായി ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഏതായാലും പ്രതി പിടിയിലായിരിക്കുന്നു. കൃത്യമായിട്ട് ഈ അഷ്റഫും കുടുംബവും അവിടെ ഇല്ല, ഇത്ര ദിവസത്തിനുള്ളിലേ മടങ്ങി വരത്തുള്ളൂ, ആ സമയം കൊണ്ട് കൃത്യമായി അത് മോഷ്ടിക്കുക, അതിനുശേഷം ആ തെളിവ് നശിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് അതുപോലെ നടപ്പിലാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു CCTV ഇത്രയും ബന്ധവസ്ഥായ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു CCTV പോലും അയാളുടെ മുഖം പതിയാത്തത്, അല്ലേ? തീർച്ചയായും കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ കവർച്ച നടത്തിയത്. മാത്രമല്ല, ഇയാളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇയാൾ ഒരു വെൽഡറാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് കൃത്യമായി തകർത്ത് വീടിനകത്ത് കയറുന്നു. അതായത് നേരത്തെ തന്നെ ഈ വീടിന് ചുറ്റും ക്യാമറകളാണ്. ആ ക്യാമറകളിലെല്ലാം
പെട്ടാൽ പോലും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖംമൂടിയൊക്കെ ധരിച്ച് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കവർച്ച നടത്തിയത്. പക്ഷേ അപ്പോഴും ഈ പ്രതി കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി പ്രതിയെ കുടുക്കാൻ സാധിച്ചിരിക്കുന്നു. അതിൽ വിരലടയാളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരലടയാളം വലിയ നിർണായക തെളിവായി. ഒപ്പം ഡോഗ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയും വലിയ തെളിവായി. ആ ഡോഗ് സ്ക്വാഡ് കൃത്യമായി മണം പിടിച്ച് ഇയാളുടെ വീട്ടിൽ സമീപത്തു കൂടിയാണ് കടന്നുപോയത്. ആ വീട്ടിന് ഇയാളെ പരിസരത്തു നിന്നും ഇയാളെ പോലീസ് അതിനുശേഷം കൃത്യമായി മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. മാത്രമല്ല ലിജീഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ പോലീസ് അത് പരിശോധിച്ചതിൽ നിന്നും കൂടുതൽ തെളിവുകൾ കിട്ടി. അതോടുകൂടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ലിജീഷിനെ വളവട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തും. ഈ 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും അത് വലിയ ആശ്വാസമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഈ കേസിൽ തുടക്കത്തിൽ തന്നെ വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. ഈ 3 പേരാണ് കവർച്ച നടത്തിയെന്ന് പോലീസ് ആദ്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അത് 2 പേരുടെ ദൃശ്യങ്ങൾ എന്ന് പോലീസ് പറയുന്ന കാര്യത്തിലേക്ക് എത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് അത് കൃത്യമായി ഒരാൾ മാത്രമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഈ കവർച്ചയിൽ എന്തെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഇനി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഏതായാലും അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 10 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി വിളിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിൽ പോലീസ് എത്തി ആദ്യം പരിശോധന നടത്തി, ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുമ്പോൾ പോലീസിനെ ആദ്യം ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ ലിജീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കാണ് പോലീസ് നായ പോയത്. അതുകൊണ്ട് തന്നെ പ്രതി അവിടെ നിന്നും ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകാമെന്ന രീതിയിലുള്ള നിഗമനത്തിലേക്കൊക്കെ പോലീസ് ആദ്യ ഘട്ടത്തിൽ എത്തിയിരുന്നു അല്ലെ. എങ്കിൽ പോലും ഇത്ര ഒരു വലിയ വീട്ടിൽ ഇങ്ങനെ ഒരു കവർച്ച നടത്തണമെങ്കിൽ അത് അടുത്തറിയുന്ന ആളായിരിക്കണം എന്ന രീതിയിലുള്ള അന്വേഷണവും അപ്പോൾ തന്നെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. കാരണം ഡോഗ് സ്ക്വാഡ് കൃത്യമായി വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ആ മണം പിടിച്ച് എത്തിയത്. ആ പരിസരത്ത് തന്നെയാണ് ഇയാളുടെ വീട് എന്നതും ഏറ്റവും പ്രത്യേകതയുണ്ട്. ഈ പോലീസ് നായ കടന്നുപോയത് ഇയാളുടെ വീട്ടിന് മുന്നിലൂടെയായി തന്നെയാണ്. അതുകൊണ്ട് ആ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ആരെങ്കിലും ആയിരിക്കാം ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിരുന്നു. ഏതായാലും ആ പരിസരത്തെ വീടിന് തൊട്ടടുത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരാളെ പോലും CCTV ക്യാമറകൾ പതിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാവ് ഈ വീടിന് സമീപത്ത് തന്നെ ഉണ്ടാകും എന്ന നിഗമനം പോലീസ് തുടക്കത്തിൽ തന്നെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ വീട്ടിൽ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ ലിജീഷിനെ തിരിച്ചറിയുന്ന രീതിയിലായിരുന്നില്ല. അത് കൃത്യമായി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രണം ചെയ്ത് ഓരോ ക്യാമറകളും ഇന്ന ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ പെട്ടാൽ പോലും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മുഖം മറച്ച് ആയിരുന്നു ഈ കവർച്ച നടത്തിയത്. അത് പോലീസ് കൃത്യമായി ആ CCTVയെ പരിശോധിച്ചപ്പോൾ 40 മിനിറ്റ് നേരം ഇയാൾ ഈ വീടിനകത്ത് ചെലവഴിച്ചു. കൃത്യം 40 മിനിറ്റിനകം ഈ കവർച്ച നടത്തി ഈ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പോലും പോലീസിന്റെ ഒരു സംഘം അന്വേഷണം നടത്തിയിരുന്നു. കാരണം ഈ ലോക്കർ തുറക്കാൻ വലിയ പ്രയാസമാണ്. ഈ ലോക്കർ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് 40 മിനിറ്റിനകത്ത് തന്നെ കവർച്ച നടത്തി ഈ സ്വർണം കൊണ്ട് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ ലോക്കർ കമ്പനിയുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അവിടത്തേക്ക് ഒരു സംഘം പോയിരുന്നു. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇയാൾ നേരത്തെ ഏതെങ്കിലും വലിയ കവർച്ചകളോ അതല്ലെങ്കിൽ മോഷണവുമായി ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അത് പോലീസ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും 9 മണിയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുക. ആ രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ചോദിച്ച് അറിയുന്നുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്നായിരുന്നു ഇത്. 19-ാം തീയതിയാണ് കുടുംബം ഇത്തരത്തിൽ വീട് വിട്ടു പോയത്. വീട്ടിൽ ആരുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഈ പണം ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം സ്വർണം ഇതിനകത്തുണ്ട് എന്ന് വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഇത് മനസ്സിലാക്കിയാണ് ഈ കവർച്ചയിടുന്നതെന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ പോലീസിന് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു. അത് തന്നെയാണ് ഈ കേസിൽ പ്രതിയെ ഇപ്പോൾ പിടികൂടാനും സാധിച്ചത്. ഏതായാലും ഞായറാഴ്ചയാണ് ഈ കുടുംബം തിരിച്ചെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് എത്തിയത്. ആ ഞായറാഴ്ച എത്തിയപ്പോൾ ഇത്തരത്തിൽ കവർച്ച നടന്ന ഒരു വിവരം അറിയുകയും പിന്നീട്
ആ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമായിരുന്നു. ഏതായാലും കൂടുതൽ ഇതിൽ 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളും കളവുപോയി എന്നാണ്, മോഷണം പോയി എന്നാണ് പരാതി. അതിൽ കൂടുതൽ സ്വർണം ഇയാൾ എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ കൂടുതൽ പണം ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതേതായാലും ഈ ലിജീഷിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ പോലീസിന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഏതായാലും അരി മൊത്ത വ്യാപാരിയാണ് അഷ്റഫ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുക ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അത്രയും വലിയ പണം വീട്ടിൽ സൂക്ഷിക്കാവോ, പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് നൽകും. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഫിൻജാൽ വീശിപ്പോയി, തമിഴ്നാടിന് പിന്നാലെ കേരളത്തിലും ജാഗ്രത. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കണക്കിലെടുത്ത് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കണ്ണൂർ, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. മലയോര മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, ഏത് രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? എത്രത്തോളം തയ്യാറെടുപ്പിലാണ്? അശ്വതി, നേരത്തെ തന്നെ അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഇത്തരം മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മുൻ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം മറ്റ് ഇടങ്ങളിലും കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട്ട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മഴ അത്ര കനത്ത രീതിയിൽ പെയ്യുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി പലയിടങ്ങളിലും ഏതാണ്ട് 1 മണിക്കൂറോളം മഴ പെയ്തിരുന്നു. പക്ഷെ ഒരു അതിശക്ത മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ കുറച്ച് അധികം മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷെ ഒരു അപകടകരമായ രീതിയിലേക്ക് ഇവിടുത്തെ മഴയൊന്നും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് കൃത്യമായ വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചാറ്റൽ മഴ ഈ കോഴിക്കോട് ജില്ലയിലെ നഗരമേഖലകളിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഈ മലയോര മേഖലകളിലും കാര്യമായ രീതിയിലേക്ക് മഴ കനത്തിട്ടില്ല. വയനാട് ജില്ലയിലും അത്ര പേമാരി എന്ന രീതിയിൽ മഴ പെയ്യുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണുള്ളത്. വയനാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിനെതിരെ ചില വികാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉയരുന്നുവെങ്കിലും അതിശക്തമായ ഒരു മഴയിലേക്ക് മാറാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ അവധി ഇനിയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് നമുക്ക് കളക്ടറോട് ബന്ധപ്പെട്ട വൃത്തങ്ങളിലും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ പ്രവചനങ്ങൾ ഉള്ള സാഹചര്യത്തിൽ അതിശക്തമായ മഴ ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാവുമോ എന്നൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഒരിടത്തും ഈ മഴയുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം ഒരു അതിശക്ത മഴ എന്ന രീതിയിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് വലിയ വേഗതയിൽ പെയ്യുന്ന ഒരു മഴ ഇനിയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മഴ കനക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ശരി അനീഷ, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, പത്തനംതിട്ടയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴ എങ്ങനെയാണ് അവിടെ? വിവരങ്ങൾ. അശ്വതി, പത്തനംതിട്ടയിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും മുതൽ 2 ദിവസം ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ അനുഭവപ്പെട്ടത്. രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്ന് ജില്ലയിൽ മഞ്ഞ അലർട്ടാണുള്ളത്. അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് ഇന്നലെ ജില്ലാ ഭരണകൂടം ഈ മഴയുടെ സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്, നദിയിലിറങ്ങുന്നതിന് നിരോധനമുണ്ട്. കാനനയാത്രയിൽ കൂടി ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ, ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കാനനയാത്രയിൽ ഉള്ള യാത്രയ്ക്കും നിരോധനമുണ്ട്. ഈ പുഴയിലെ പമ്പാ നദിയിൽ ഇറങ്ങി കുളിക്കുന്നതിനൊക്കെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ മലയോര മേഖലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദിയിലെ ജലനിരപ്പിലും ജലാശയങ്ങളുടെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് നദിയിൽ ഇറങ്ങുന്നത് അപകടകരമാവും എന്ന ഒരു കാരണം കൊണ്ടാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. രാത്രികാല യാത്രകൾ, അതായത് വനമേഖലയിലുള്ള യാത്രകൾക്കും നിരോധനം ജില്ലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ അലർട്ടാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലുണ്ട്. ഒരു കൺട്രോൾ റൂമും കാര്യങ്ങളുമൊക്കെ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവില്ല. പക്ഷേ മഴയുടെ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നദികളുടെ ജലനിരപ്പൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഹനയാത്രയും അതുപോലെ തന്നെ വനമേഖലയുള്ള യാത്രയ്ക്കൊക്കെ
ഒരു നിരോധനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ എല്ലാം ഒരു മുൻകരുതലാണ് മെയിനായിട്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ശബരിമല തീർത്ഥാടകരെ ഇളവുണ്ടെങ്കിലും അവർ ഈ ശബരിമല തീർത്ഥാടകരുടെ യാത്രകൾക്കും ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴയ്ക്ക് രാവിലെ നേരിയ ശമനമുണ്ട്. വരും മണിക്കൂറിൽ ഒരു പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ജില്ലയിൽ പരക്കെ ഉള്ളത്. വരും മണിക്കൂറിൽ ചിലപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ നൽകിയിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ മഞ്ഞ അലർട്ടാണുള്ളത്. എല്ലാ ക്രമീണ അഥവാ അത്തരത്തിലൊരു മഴ പെയ്യും വലിയ ആശങ്കപ്പെട്ട സാഹചര്യങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ തന്നെ അതെല്ലാം നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, ഇടുക്കിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? കഴിഞ്ഞ രാത്രി ഇടുക്കിയിൽ ശക്തമായ മഴയായിരുന്നു പെയ്യുന്നെങ്കിലും ഇപ്പോൾ നേരിയ ശമനമുണ്ട്. വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ശക്തമായ മൂടൽമഞ്ഞിന്റെ സാഹചര്യം കൂടി പ്രത്യേകിച്ചും ഹൈറേഞ്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലുണ്ട്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ ശക്തമായ മഴയുടെ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകാവുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. അതിന് കൂടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ജില്ലയിലെ ജില്ലാ ഭരണകൂടം വിവിധ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ശബരിമല തീർത്ഥാടകരടക്കം ജില്ലയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കുമളി, കമ്പംമെട്ട തുടങ്ങിയ മലയോര പാതകളിൽ കൂടി നിരവധി തീർത്ഥാടകർ ഇപ്പോൾ ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. കഴിഞ്ഞ രാത്രിയിലോ കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിലോ പെയ്ത അത്ര ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നില്ല. എങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. അശ്വതി. ശരി പ്രിൻസ്, എന്തായാലും ഫിൻജാലിന്റെ പശ്ചാത്തലത്തിൽ കേരളം അതീവ ജാഗ്രതയിലാണ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഫിൻജാൽ ചുഴലിക്കാറ്റിന് പിന്നാലെ കടുത്ത ദുരിതത്തിലും വെള്ളക്കെട്ടിലുമാണ് പുതുച്ചേരിയും തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളും. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി 7 പേരെ കാണാനില്ല. ആന്ധ്രയുടെ തെക്കൻ തീരത്തും കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഫിൻജാൽ നിലവിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ ആന്ധ്ര തീരത്തുകൂടി നീങ്ങുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ദിൽന ദിനേശ് ചേരുന്നു. ദിൽന, ഗുഡ് മോർണിംഗ്. ഈ ഫിൻജാൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഏത് രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലവിൽ ഫിൻജാൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുടരുകയാണ്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അതൊരു ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിനും ആന്ധ്ര തീരങ്ങൾക്കും വളരെയധികം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ പറയുന്നത് പോലെ ഫിൻജാൽ ദുർബലമായിട്ടുണ്ട് എങ്കിലും തമിഴ്നാട്, പുതുച്ചേരി ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ പ്രളയക്കെടുതിയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 7 പേരോളം മണ്ണിനടിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതുച്ചേരിയിലാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രളയക്കെടുതിയാണ് കാണാൻ കഴിയുന്നത്. 9 മൃതദേഹങ്ങളാണ് ഇതുവരെ പ്രളയക്കെടുതിയിൽ കണ്ടെത്തിയത്. അതിൽ 4 എണ്ണം പുതുച്ചേരിയിൽ നിന്നുള്ളതാണ്. മറ്റൊന്ന് 10ഓളം ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് അടക്കം 10ഓളം ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇതേ തുടർന്നുണ്ടാവുന്നത്. ചെന്നൈ, എഗ്മോർ, ഗുരുവായൂർ എക്സ്പ്രസ് തുടങ്ങിയവ റദ്ദ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പല സബ്സ്റ്റേഷനുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ സബ്സ്റ്റേഷൻ അവിടെയൊന്നും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, തമിഴ്നാട്ടിൽ ദിൽന ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്ന് രാവിലെ 6 മണിവരെ 22,637 പേരാണ് സന്നിധാനത്തെത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. സന്നിധാനത്ത് ശനിയാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴ കാരണം പരമ്പരാഗത കാനനപാത അടച്ചു. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. CV അനുമോദാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. അനുമോദ് കൂടെ ചൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മഴ തുടരുകയാണോ അവിടെ? അശ്വതി, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് മഴ തുടരുന്നുണ്ട്. ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെയും സമാനമായ അന്തരീക്ഷമായിരുന്നു. ഇന്നും രാവിലെ മുതൽ നമുക്ക് ഇതാണ് ഇവിടെ കാണാൻ കഴിയുന്ന അവസ്ഥ. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് വ്യത്യാസം മഴയെ വകവയ്ക്കാതെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെ കനത്ത മഴ കാരണം പമ്പയിൽ നിന്നും മല കയറാൻ കഴിയാതിരുന്ന തീർത്ഥാടകരൊക്കെ ഇന്ന് പുലർച്ചെയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ 67,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. 10,000-ലധികം പേര് വിർച്വൽ ക്യൂ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് അധികവും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ എത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് പുലർച്ചെയുടെ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പമ്പയിൽ നിന്നും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. 4,000-നും 5,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ ഒരു മണിക്കൂറിൽ 18-ാം പടി കയറുന്നുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ സഞ്ചാരം നിരോധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തീർത്ഥാടകരെ നിരോധിച്ചിരുന്നു. കാരണം മഴയിൽ പാറക്കെട്ടുകളിലൊക്കെ തീർത്ഥാടകർ വീണ് അപകടം പറ്റുന്ന സാഹചര്യമുള്ളതുകൊണ്ട് അത് മുൻനിർത്തിയാണ് അത്തരത്തിൽ തീർത്ഥാടകരെ പരമ്പരാഗത കാനനപാത വഴിയും ഇനിയിപ്പോൾ പുല്ലുമേട് വഴിയും നിരോധിക്കാനുള്ള തീരുമാനം വരുന്നത്. എന്നാണെങ്കിലും മഴ നല്ല രീതിയിൽ തന്നെ തീർത്ഥാടകരെ വരവിനെ ബാധിച്ചിട്ടുണ്ട് സന്നിധാനത്ത്. ഇന്നിപ്പോൾ രാവിലെ നല്ല തിരക്കുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു രീതി ഉച്ചയോടെ തിരക്ക് കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. സമാനമായ അവസ്ഥ തന്നെയായിരിക്കും. കാരണം പമ്പയിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പമ്പയിലടക്കം കുളിക്കാൻ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. സുരക്ഷിതമായിട്ട് മാത്രമേ എല്ലാ കടവുകളിലും ഇറങ്ങാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തീർത്ഥാടകരും ഈ മഴ കാരണം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് ഉള്ളത്. നമുക്ക് തീർത്ഥാടകർക്ക് അവരെല്ലാം തന്നെ സ്വാമി ദർശനം കഴിഞ്ഞു. ആദ്യം കഴിഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഇപ്പൊ തിരിച്ചെത്തിയേക്കുന്നത്. മഴ നിങ്ങളെയൊക്കെ ബാധിച്ചു? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ശരിക്കും മക്കളൊക്കെ ആയിട്ട് വരുമ്പോ പുറത്ത് ഒരുപാട് നേരം കാത്തിരുന്നിരുന്നു. എന്നിട്ട് മഴയായതുകൊണ്ട് കുറച്ച് സ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നമുക്ക് വരാൻ പറ്റി. ദർശനം കിട്ടിയായിരുന്നു. തലേദിവസം തന്നെ ദർശനം കിട്ടി. ഇപ്പൊ രണ്ടാമത് ശബരിശൈലാഗ്രത്തിൽ 18 പടി മീതെ വാണരുളിയിടുന്നു മലയാള നാടിന്റെ ഭാഗ്യദേവൻ. എറണാകുളത്ത് നിന്ന്. എങ്ങനെയാണ് സ്വാമി മഴ? മഴ കുറച്ച് ബുദ്ധിമുട്ടായി. റെയിൻകോട്ടൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. മഴ കയറാനൊക്കെ ബുദ്ധിമുട്ടായോ? ഇല്ല, കുഴപ്പമുണ്ടായില്ല. ഇന്നലെ പമ്പയിൽ ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. ചെറിയ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വന്നത്. എവിടുന്ന സ്വാമി? എവിടുന്ന വരുന്നത്? പാലക്കാട്. പാലക്കാട്. മഴ കാരണം ആകെ ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഭഗവാനെ കണ്ടിട്ട് പോകാതെ വിചാരിച്ചിട്ടാണ്. എവിടെ കാത്തു നിൽക്കേണ്ടി വന്നോ? ഇല്ല, കുറച്ചു നേരം കാത്തു. സോമാളിപുറമായിട്ടാണോ? അതെ. തിരുവല്ല. ഇന്നലെ പുറപ്പെട്ടാണോ? ഇന്നലെ പുറപ്പെട്ടാണ്. ഇല്ല. നല്ല മഴയായിരുന്നു. പക്ഷെ നടന്നു കയറാൻ പറ്റി. എന്താണ് പാളിയപ്പുറത്തിന്റെ പേര്? ജാനകി. എന്താ മഴ കാരണം ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഗുരുവായൂരിനാണ് വരുന്നത്. 12ാമത്തെ വർഷമാണ്. ഇതിന്റെ മോൻ അമ്പാടിസാണ്. ഇന്നലെ എപ്പോഴാ പമ്പയിലെത്തിയത്? ഇന്ന് പുലർച്ചെ 4 മണിക്ക്. ഞങ്ങൾ ബസ് KSRTC ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. കുറച്ചു നേരം ബുദ്ധിമുട്ടിയാലും അയ്യം കാത്തു. 2-3 മണിക്കൂറിന് കയറാൻ കഴിഞ്ഞു. 2 മണിക്കൂർ. ഞാൻ 22ാമത്തെ വർഷം. അതാണ് അശ്വതി. ഇന്ന് രാവിലെ പമ്പയിൽ നിന്നും ഇവിടെ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ തീർത്ഥാടകരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 3 മണിക്കൂർ കൊണ്ടൊക്കെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴയുണ്ട്. പലയിടത്തും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് മഴയും കോടമഞ്ഞും ഒക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള
ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സന്നിധാനത്തുണ്ട്. എന്നാൽ തന്നെയും തീർത്ഥാടകരുടെ പ്രവാഹത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത്. തീവണ്ടികളുടെ ക്യാൻസലേഷനും വിമാനങ്ങളുടെ ക്യാൻസലേഷനും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ വരാൻ കഴിയാത്തവർ ഇനി ഒരുമിച്ച് വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ചില പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. എന്ത് തീരുമാനമെടുക്കണം? കാരണം ഒന്നിച്ച് ഈ ദർശനത്തിന് ബുക്ക് ചെയ്തവരാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒന്നിച്ച് വരുന്ന സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ അവർക്ക് ചില സൗകര്യം ചെയ്ത് കൊടുക്കുക, അതിനൊക്കെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നു എന്ന് നമുക്ക് പറയാം. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയ്ക്ക് തീർത്ഥാടകർ 18-ാം പടി കയറുന്നുണ്ട്. പ്രത്യേകം പറയേണ്ട കാര്യം, ഇവിടെ എത്തുന്നവർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല, ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തീർത്ഥാടകരെ സംബന്ധിച്ച് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ സുഗമമായ തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. അശ്വിനി. ശരി, ശബരിമലയിൽ മഴ തുടരുകയാണ്. CV അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ മരണം 9. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടം. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും ശക്തമായ മഴ തുടരുന്നു. ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും മിന്നൽ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഫിഞ്ചാൽ എഫക്ട് കേരളത്തിലും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും റെഡ് അലേർട്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും റെഡ് അലേർട്ടാണ്. കോട്ടയം, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ചുഴലിക്കാറ്റിനിടെ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ച വിമാനം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇടത്തോട്ട് ചെരിഞ്ഞ വിമാനം പൈലറ്റിന്റെ സമയോചിത ഇടപെടലിൽ വീണ്ടും പറന്നുയർന്നു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിച്ചത്. കൊടികുത്തുന്ന വിഭാഗീയത. സമ്മേളനകാലത്ത് CPM-ന് തലവേദനയായി വിഭാഗീയ നീക്കങ്ങളും നേതാക്കളുടെ തമ്മിലടിയും. ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു. ആശയങ്ങളുടെ പേരിലല്ല, അധികാര തർക്കങ്ങളുടെയും വ്യക്തിവിദ്വേഷങ്ങളുടെയും പേരിലുള്ള തർക്കമാണ് സമ്മേളന വേദികളിൽ നിന്ന് തെരുവിലേക്ക് പടരുന്നത്. സമ്മേളനകാലത്ത് നാടുനീളെ ഓടി നടന്ന വിഭാഗീയ നീക്കങ്ങളും തമ്മിൽ തല്ലും പരിഹരിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിമാർക്കും ഉണ്ടാകാത്ത ഗതികേട്. സമ്മേളനകാലത്ത് ആദ്യം തർക്കം തുടങ്ങിയത് സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലെ ബ്രാഞ്ചിലാണ്. ലോക്കൽ സമ്മേളനം കടന്ന് ഏരിയ സമ്മേളനങ്ങൾ പകുതിയിലേറെ പിന്നിടുമ്പോൾ പലയിടത്തും നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയാണ് പാർട്ടി പ്രവർത്തകർ. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇടപെടുത്തി പരിഹരിക്കുകയാണ് CPM-ന്റെ രീതി. ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തർക്കങ്ങൾ തെരുവിലേക്ക് നീങ്ങിയതോടെ സെക്രട്ടറിക്ക് നേരിട്ട് ഓരോ വിഷയത്തിലും ഇടപെടേണ്ട അവസ്ഥയായി. സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന തോന്നലും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് തെറ്റുതിരുത്തൽ രേഖ കർശനമായി നടപ്പാക്കാൻ CPM തീരുമാനിച്ചത്. പലയിടത്തും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സമ്മേളനങ്ങൾ മേൽക്കടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളും കൂടുകയാണ്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും കടുത്ത വിഭാഗീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി തന്നെ സമ്മേളനവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഉണ്ടായ അസ്വസ്ഥതകൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പടർന്നാൽ അത് CPM-നുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. സമ്മേളനകാലത്ത് പാർട്ടി നടപടികൾ സാധാരണമല്ലെങ്കിലും കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയാണ് CPM ചെയ്തത്.
തിരുവല്ലയിലും ശക്തമായ നടപടിയുണ്ടായി. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറിയെ ഇന്ന് പുറത്താക്കിയേക്കും. VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ആശയങ്ങളുടെ പേരിലായിരുന്നു പോരാട്ടം. എന്നാൽ ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കവുമാണ് CPM-നെ നാണക്കേടിലാക്കുന്നത്. പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന നേതൃത്വത്തിലും വലിയ വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വിഭാഗീയതയിൽ കുടുങ്ങി CPM-ന്റെ സമ്മേളനകാലം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി തിരുവല്ലയിലെ വിഭാഗീയതയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള വിഭാഗീയത ജില്ലാ സമ്മേളനത്തിലും നേതൃത്വത്തിന് തലവേദനയാകും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 9-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 തവണ അലങ്കോലപ്പെട്ട സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇടപെടലിലൂടെയാണ് വീണ്ടും ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് വിമർശനങ്ങൾക്കും പിന്നീട് സമ്മേളനം തടസ്സപ്പെടാനും കാരണം. മുൻ ലോക്കൽ സെക്രട്ടറി CC സജിമോനെതിരെ പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് തോമസ് ഐസക്കായിരുന്നു. ഇതിനെ തുടർന്ന് സജിമോനും മുൻ ഏരിയ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പുതിയ ലോക്കൽ കമ്മിറ്റിയിൽ സജിമോനുമായി ബന്ധപ്പെട്ടവരെ മാറ്റി നിർത്തണമെന്നാണ് എതിർപക്ഷത്തിന്റെ ആവശ്യം. തിരുവല്ലയിൽ CPM 2 തട്ടിലാണെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം ഇനിയും തുടരാനാണ് സാധ്യത. ഏരിയ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളും പാളിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ കൊടുമൺ ഏരിയ സമ്മേളനത്തിലും മത്സരത്തിലൂടെയാണ് ഉദയഭാനുവിന്റെ വിശ്വസ്തൻ RB രാജീവ് കുമാർ വിജയിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും ഏരിയ സമ്മേളനത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ സമ്മേളനം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം തുടരുമ്പോഴും അടിക്കടിയുണ്ടാകുന്ന വിഭാഗീയത തലവേദനയാവുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. CPM-നെ പരിഹസിക്കാൻ വഴിവെക്കുന്നതും സ്വയം പരിഹാസ്യനാകാൻ ഉതകുന്നതുമായി നിരവധി പ്രസ്താവനകളാണ് മുൻ ഇടത് കൺവീനർ EP ജയരാജൻ നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായുള്ള കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഒടുവിലത്തെ കണ്ടുപിടുത്തവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചിരി പടർത്തുകയാണ്. ഉത്തരാധുനികത അഥവാ പോസ്റ്റ് മോഡേണിസമാണ് CPM നേതാവ് EP ജയരാജനെ ഇപ്പോൾ അസ്വസ്ഥനാക്കുന്നത്. കണ്ണൂർ കണ്ണപുരത്ത് CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ ഉത്തരാധുനികതയുടെ കഴുത്തിന് തന്നെ കടന്നുപിടിച്ചു. CPM-നെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകൾ ഇറക്കുമതി ചെയ്ത പോസ്റ്റ് മോഡേണിസ്റ്റുകൾ രാജ്യത്തിൻ്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. കൂടെ വലതുപക്ഷ മാധ്യമങ്ങളും. ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോയി. പക്ഷേ EP-യെ പറ്റിക്കാൻ ഉത്തരാധുനികതയ്ക്കല്ല ഉത്തരഘടനാവാദികൾക്ക് പോലുമാകില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറെ നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. കായിക മന്ത്രിയായിരിക്കെ ബോക്സിംഗ് താരം മുഹമ്മദ് അലി മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ വിളമ്പിയ മണ്ടത്തരം കേരളം മറന്നിട്ടില്ല. കേരളത്തിന്റെ കായിക ലോകത്തെ ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ താരം സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ പ്രശസ്തി വാനോളമുയർത്തി മുഹമ്മദ് അലി എന്ന് പറഞ്ഞ് EP ട്രോളുകളിൽ ഇടം പിടിച്ചു. മെസ്സിയെ കേരളത്തിന്റെ സ്വന്തം മേഴ്സിയാക്കി. വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് മനസ്സിലാക്കിയില്ലെന്നും ഇനി ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്നും പ്രഖ്യാപിച്ചപ്പോൾ കേരളം കുടുകുടാ ചിരിച്ചു. പിന്നാലെ കേരയിൽ വന്നാൽ ഇൻഡിഗോയുടെ ആപ്പീസ് പൂട്ടുമെന്നും EP തട്ടിവിട്ടു. കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ വന്ദേ ഭാരത് തീവണ്ടികളെ പുകഴ്ത്തി അന്നത്തെ LDF കൺവീനർ EP ജയരാജൻ. നല്ല വേഗതയും സൗകര്യവും വന്ദേ ഭാരതിനുണ്ടെന്ന് രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണി ജനപ്രതിനിധികൾ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് പ്രസ്താവിച്ചു. കേരയിൽ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് കേരളത്തിന് വന്ദേ ഭാരത് ലഭിച്ചത്. ഇല്ലെങ്കിൽ കണ്ടം വെച്ച ട്രെയിനുകളാകും കിട്ടുക എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. പ്രസ്താവന കൊണ്ട് മാത്രമല്ല, പുസ്തകം കൊണ്ടും പത്രസമ്മേളനം കൊണ്ടും മറ്റു പാർട്ടി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കൊണ്ടും ഒക്കെ EP പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി.
കേരളത്തിന് ഇനിയും പറഞ്ഞു ചിരിക്കാനുണ്ടാകും ഏറെ EP ഫലിതങ്ങൾ. ന്യൂസ് ഡെസ്ക്, News 18. സംഭലിലെ മസ്ജിദിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മൂന്നാമത്തെ പള്ളിയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടനകൾ. ഉത്തർപ്രദേശ് ബദായുനിയിലെ ഷംസി ഷാഹി മസ്ജിദിനെതിരെയാണ് സംഘടനയുടെ അവകാശവാദം. കേസ് ഡിസംബർ 5-ന് വീണ്ടും കോടതി പരിഗണിക്കും. സംഭൽ ഷാഹി മസ്ജിദിലെ നിയമ നടപടികൾ തുറന്നുണ്ടായ സംഘർഷം തുടരുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിലെ മറ്റൊരു പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയത്. ബദായുനി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി മസ്ജിദ് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്നാണ് കോടതിയിൽ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നൽകിയ സ്വകാര്യ ഹർജിയിലെ വാദം. പള്ളിയിൽ പൂജകൾ നടത്താൻ അനുവദിക്കണമെന്നും സർവേ നടത്താൻ ഉത്തരവിടണമെന്നുമാണ് സംഘടനകളുടെ അവകാശവാദം. 2022-ലാണ് ഹിന്ദു മഹാസഭാ നേതാവ് മുകേഷ് പട്ടേൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത്. എന്നാൽ 850 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണെന്നും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നില്ലെന്നും ഷംസി ഷാഹി മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ അഭിഭാഷകൻ അസ്രാർ അഹമ്മദ് പറയുന്നു. ഹിന്ദുത്വ സംഘടനകളുടെ വാദം അംഗീകരിക്കാനാവില്ലെന്നും കേസ് തള്ളണമെന്നും ഷംസി ഷാഹി മസ്ജിദ് പരിപാലന കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെയും വഖഫ് ബോർഡിന്റെയും വാദങ്ങൾ പൂർത്തിയായി. കേസ് ഡിസംബർ 5-ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഇതിനു പുറമെ അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ച ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട ഹിന്ദുസേനയാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, News 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥി സമരങ്ങളും പ്രതിഷേധങ്ങളും വിലക്കി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. അധികൃതരിൽ നിന്ന് അനുമതി തേടാതെ സമരമോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ നടപടിയുണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംഘപരിവാർ അജണ്ടകൾക്കെതിരെയും ശക്തമായി നാവുയർത്തുന്ന ജാമിയ മിലിയ ഇസ്ലാമിയയിലും സമരങ്ങൾക്ക് പൂട്ടുവീഴുന്നു. സർവകലാശാലയുടെ അനുമതിയില്ലാതെ ചില വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അന്വേഷണ ഏജൻസികൾക്കെതിരെയും മുദ്രാവാക്യം മുഴക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സർവകലാശാല പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെന്നും രജിസ്ട്രാർ സർക്കുലർ ഇറക്കി. മുൻകൂർ അനുമതിയില്ലാതെ മുദ്രാവാക്യങ്ങൾ, സമരങ്ങൾ, ധർണകൾ, പ്രതിഷേധങ്ങൾ തുടങ്ങിയവ നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും രജിസ്ട്രാർ മഹ്താബ് അലാം റിസ്വി അറിയിച്ചു. അതേസമയം സർക്കുലറിനെതിരെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ രംഗത്തെത്തി. സർവകലാശാല അധികൃതർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്നും സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുകയാണെന്നും സംഘടന ആരോപിച്ചു. സർവകലാശാലയുടെ സമര പാരമ്പര്യത്തെ സംഘപരിവാറിന് മുന്നിൽ അടിയറവ് വയ്ക്കാൻ അനുവദിക്കില്ലെന്നും AISA വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, News 18. പാർലമെന്റിൽ തുടർച്ചയായുള്ള സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. ശരത് പവാർ NCPക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ആശങ്ക രേഖപ്പെടുത്തി ഇടത് പാർട്ടികളും രംഗത്തെത്തി. ഇന്ന് ചേരുന്ന സഖ്യ നേതാക്കളുടെ യോഗത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യവാരം ബഹളത്തിൽ മുങ്ങിയിരുന്നു. ഇരുസഭകളിലും ചർച്ചകൾ മിനിറ്റുകളിൽ മാത്രം ഒതുങ്ങി പിരിയേണ്ടി വന്നു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളും ഉത്തർപ്രദേശിലെ സംഭാലിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മണിപ്പൂരും ചർച്ച ചെയ്യാൻ ഭരണപക്ഷം അനുവദിക്കാത്തതോടെയായിരുന്നു പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമായത്. തിങ്കളാഴ്ച വെറും 6 മിനിറ്റും ബുധനും വ്യാഴവും 14 മിനിറ്റ് വീതവും വെള്ളിയാഴ്ച 20 മിനിറ്റും മാത്രമാണ് ലോക്സഭ കൂടിയത്. അതേസമയം തിങ്കളാഴ്ച 33 മിനിറ്റും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 16 മിനിറ്റും വെള്ളിയാഴ്ച 13 മിനിറ്റ് മാത്രമാണ് രാജ്യസഭയും സമ്മേളിച്ചത്. വരും ദിവസങ്ങളിൽ നിരവധി ബില്ലുകളാണ് പാർലമെന്റിൽ എത്താനിരിക്കുന്നത്. അപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നാൽ ഭരണപക്ഷം ഏകപക്ഷീയമായ ബില്ലുകൾ പാസാക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സങ്കീർണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇടതു പാർട്ടികൾ കൂടി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നുമാണ് കോൺഗ്രസിനോട് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക്, News 18. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. BJP കൈക്കൊള്ളുന്ന തീരുമാനത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനടക്കം അവകാശവാദം ഏക്നാഥ് ഷിൻഡെ അവസാനിപ്പിച്ചിട്ടില്ല. ER രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം മുന്നോട്ടു പോകുന്നത്? ഷിൻഡെ എന്ത് നിലപാടിലാണിപ്പോൾ? അശ്വതി, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിപ്പോൾ ഇന്ന് 9 ദിവസമായിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. ഫഡ്നാവിസിന്റെ പേരിൽ തീരുമാനമായി ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് BJP നേതാക്കൾ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില BJP നേതാക്കൾ
വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നോ നാളെയോ ആയി BJPയുടെ നിയമസഭാ കക്ഷി ചേരും എന്നുകൂടി BJP അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ അവസാന നിമിഷവും അവകാശവാദം ശിവസേന ഉന്നയിക്കുകയാണ്. ഇന്നലെ ഏതായാലും 2 ദിവസത്തിന് ശേഷം ഏക്നാഥ് ഷിൻഡെ മാധ്യമങ്ങളെ കണ്ടു. അതിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, BJP കൈക്കൊള്ളുന്ന ഏത് തീരുമാനത്തിനൊപ്പവും ശിവസേന നിൽക്കും, നിരുപാധിക പിന്തുണ നൽകുന്നു. ഇതായിരുന്നു ഷിൻഡെയുടെ വാക്കുകൾ. പക്ഷേ അപ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ താൻ അർഹനാണെന്ന് പറഞ്ഞു വെക്കാൻ ഷിൻഡെ മടിച്ചതുമില്ല. അതായത് ജനങ്ങൾ താങ്കൾ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞത് താൻ വെറും ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല, സാധാരണക്കാരൻ കൂടിയായിരുന്നു. മാത്രവുമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ താൻ വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ വരുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് സേനയ്ക്ക് അവകാശമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡെയ്ക്ക് ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഈ അവസാന നിമിഷം പോലും ചില നീക്കങ്ങൾ ശിവസേനയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് ആഭ്യന്തര മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യത്തിൽ ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് സേന തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നടക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, വകുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് ഏക്നാഥ് ഷിൻഡെ പറയുന്നത്. ഏതായാലും ഇന്നലെ അദ്ദേഹം സത്താറയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് മുംബൈയിൽ നിർണായക ചർച്ചകൾക്ക് വേദിയാകും. ഒരുപക്ഷെ ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി കാര്യത്തിൽ BJP കൈക്കൊള്ളുക. അശ്വതി. ശരി രാകേഷ്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ പ്രതികളായ CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ PR അരവിന്ദാക്ഷൻ, ബാങ്ക് മുൻ അക്കൌണ്ടന്റ് CK ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇരുവരുടെയും ഹർജിയിൽ ജസ്റ്റിസ് CS ഡയസാണ് വാദം പൂർത്തിയാക്കി വിധി പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കേസിൽ അറസ്റ്റിലായ ഇരുവരും 1 വർഷത്തിലേറെയായി റിമാൻഡിലാണ്. ഇടത് ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന വാർത്ത ജോസ് കെ മാണി വിഭാഗം നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ വാർത്ത ചർച്ചയാകാൻ ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെയാണ്. ഇടതുമുന്നണിയിൽ തുടരുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ലെന്ന പാർട്ടിയിലെ ചർച്ചകളാണ് ഇതിന്റെ അടിസ്ഥാനം. പെട്ടെന്നുള്ള നീക്കം ഉണ്ടാകില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം നോക്കിയുള്ള കളമൊരുക്കലാണ് ജോസ് വിഭാഗം ലക്ഷ്യമിടുന്നത്. കോട്ടയത്തെ തോൽവിയിൽ മുഖ്യമന്ത്രിയെ പഴിചാരിയുള്ള തോമസ് ചാഴികാടന്റെ വിമർശനമാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് അടിസ്ഥാനം. തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമെന്ന് വ്യക്തമാക്കി ജോസ് കെ മാണി അഭ്യൂഹങ്ങളുടെ വഴിയടച്ചെങ്കിലും ഈ ചർച്ചകൾ ജോസ് വിഭാഗം ആഗ്രഹിച്ചത് തന്നെയാണ്. കോട്ടയത്തെ പരാജയമാണ് കാരണമായി പറയുന്നതെങ്കിലും ഇടതു സർക്കാരിന് ഇനിയൊരു തുടർച്ചയുണ്ടാകില്ലെന്ന തോന്നലാണ് മാണി കേന്ദ്രങ്ങളെ ഈ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. കോട്ടയത്തെ തോൽവിയോടെ ലോക്സഭയിലെ പ്രാതിനിധ്യമില്ലാതായി. CPM-നൊപ്പം നിന്നാൽ കോട്ടയം സീറ്റ് ഇനി എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ചിന്തയുമുണ്ട്. പാലായിലും തോറ്റു. സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനി അവിടെയും പ്രതീക്ഷ വേണ്ട. വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പായി ഒരു രാഷ്ട്രീയ നീക്കം പ്രതീക്ഷിക്കേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യം മാറുന്നുവെന്ന തോന്നലുണ്ടായാൽ മുന്നണി മാറ്റത്തിന്റെ കളമൊരുക്കൽ വേഗത്തിലുണ്ടാകും. അതായത് ഇതുവരെ പരസ്യ പ്രസ്താവനകൾക്ക് തയ്യാറാവാത്ത കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞേക്കാം. UDF-ലേക്ക് തിരികെ പോകുന്നതിൽ മാണി ഗ്രൂപ്പിൽ 2 അഭിപ്രായമുണ്ടാകാനിടയുണ്ട്. മന്ത്രിസഭാംഗം കൂടിയായ റോഷി അഗസ്റ്റിനെ ഒപ്പം നിർത്തുക എന്നതാവും വെല്ലുവിളി. UDF-ഉം കരുതലിലാണ്. ജോസ് വിഭാഗത്തിന് മധ്യകേരളത്തിലുള്ള സ്വാധീനം ചെറുതല്ലെന്ന് അവരും തിരിച്ചറിയുന്നു. കേരള കോൺഗ്രസിലെ 2 പ്രബല ഗ്രൂപ്പുകളെയും ഒപ്പം നിർത്തിയാൽ മുന്നണി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കും കളമൊരുക്കലാവും. സംസ്ഥാനത്തെ മാറുന്ന മുന്നണി സമവാക്യങ്ങളിൽ BJP-യും കേരള കോൺഗ്രസിനെ ലക്ഷ്യമിടുന്നുണ്ട്. ഫലത്തിൽ മുന്നണി മാറ്റം ചർച്ചയാക്കുന്നതും അത് നിഷേധിക്കുന്നതും KM മാണിയുടെ പാരമ്പര്യം പേറുന്ന കേരള കോൺഗ്രസ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 4 കോടിയിലേറെ രൂപ തട്ടിയെടുത്തവർ പണം കൈമാറ്റം ചെയ്തത് 450ഓളം അക്കൌണ്ടുകളിലൂടെയാണ്. തട്ടിയെടുത്ത പണത്തിലെ 1 കോടി രൂപയോളം വിവിധ അക്കൌണ്ടുകളിലായി പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി സൈബർ പോലീസ് സൂചിപ്പിച്ചു. എറണാകുളം വാഴക്കാല സ്വദേശിനി ബെറ്റി ജോസഫ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. ഇതേ തുടർന്നാണ് മലപ്പുറം അരീക്കോട് സ്വദേശി മുഹമ്മദ് മൂസിൽ എന്ന 22-കാരനും കോഴിക്കോട് മാവൂർ സ്വദേശി KP മിസ്ഹാഫ് എന്ന 21-കാരനും പിടിയിലായത്. സ്വകാര്യ ബാങ്കിന്റെ ഡൽഹിയിലെ ബ്രാഞ്ചിൽ ബെറ്റിയുടെ പേരിൽ അക്കൌണ്ടുണ്ടെന്നും ഈ അക്കൌണ്ട് ഉപയോഗിച്ച് സന്ദീപ് കുമാർ എന്നയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ഡൽഹി പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റ് നടത്തിയെന്ന ബെറ്റിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ബെറ്റിയുടെ അക്കൌണ്ടുകളിലുള്ള പണം നിയമപരമാണെന്ന് ഉറപ്പാക്കാൻ മറ്റൊരു അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നിർദ്ദേശിച്ചു.
ഭയന്നുപോയ ബെറ്റി 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന 4,11,00,000 രൂപ തട്ടിപ്പുകാർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒക്ടോബർ 16-നും 24-നും ഇടയിൽ 7 തവണകളിലായിട്ടായിരുന്നു പണം ട്രാൻസ്ഫർ ചെയ്തത്. കേസ് തീരുന്ന മുറയ്ക്ക് പണം തിരികെ നൽകുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പണം തിരികെ കിട്ടാതെ വന്നതോടെയാണ് ബെറ്റി സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം കമ്മീഷൻ ഏജന്റുമാർ മാത്രമാണ് പിടിയിലായ യുവാക്കളെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കമ്മീഷൻ തുകയായി 1.5 ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂവെന്നും ബാക്കി തുക മറ്റ് പല അക്കൗണ്ടുകളിലേക്കുമായി മാറ്റി നൽകിയെന്നുമാണ് യുവാക്കളുടെ മൊഴി. തട്ടിയെടുത്ത പണം 450-ലേറെ അക്കൗണ്ടുകളിലൂടെ കൈമാറിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംശയാസ്പദമായ ഇടപാട് നടന്ന വിവിധ അക്കൗണ്ടുകളിലായി 1 കോടി രൂപയിലേറെ സൈബർ സെൽ ഇടപെടലിൽ മരവിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് സൈബർ പോലീസ് നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. പുനലൂർ നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ കാണാനില്ലെന്ന് പരാതി. നഗരസഭയിലെ കൌൺസിലറാണ് തന്റെ പക്കൽ നിന്നും ആസ്തി രജിസ്റ്റർ നഷ്ടമായതായി കാണിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ചെയർപേഴ്സന്റെ മുറിയിൽ നിന്നാണ് രജിസ്റ്റർ കാണാതായത്. നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് കൌൺസിലർ സെക്രട്ടറിക്ക് നൽകിയ കത്ത് വിവാദമാവുകയാണ്. വിഷയത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത അടിയന്തര നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭരണപക്ഷ കൌൺസിലർമാർക്ക് മറുപടി നൽകാനായില്ല. നഗരസഭയുടെ വിവിധ വസ്തുക്കളുടെ പ്രമാണം മുൻപ് മോഷണം പോയതുപോലെ ഇപ്പോൾ ആസ്തി രജിസ്റ്ററും മോഷണം പോയതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് നഗരസഭയിൽ ഉണ്ടായിരുന്ന പ്രമാണങ്ങൾ മുഴുവൻ കാണാതെ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരസഭയിൽ സൂക്ഷിച്ചിരുന്ന ആസ്തി രജിസ്റ്റർ കാണാതെ പോയിരിക്കുക. ഇതിലേക്ക് നിയമ നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറാകാത്തത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. നഗരസഭ സെക്രട്ടറിയും ഭരണ നേതൃത്വവും ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ആസ്തി വിവര കണക്കുകളുടെ രജിസ്റ്ററാണ് കാണാതായത്. വാർഡിലെ രൂപരേഖ തയ്യാറാക്കിയതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാണ് കൌൺസിലർ രേഖകൾ കൈക്കലാക്കിയതെന്നും ആരോപണമുണ്ട്. സംഭവം വിവാദമായതോടെ നഗരസഭാ സെക്രട്ടറി സെർച്ച് ഓർഡർ പുറപ്പെടുവിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും നടപടിയും വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. സ്വപ്നം കീഴടക്കാൻ സമയവും സാഹചര്യവും ഒന്നും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനിയായ സോഫിയ ജെയിംസ്. റാമ്പുകളിൽ താരമാണ് ഇന്ന് സോഫിയ. കഴിഞ്ഞ മേയിൽ ജയ്പൂരിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ മികച്ച വ്യക്തിത്വത്തിനുള്ള ഗോൾഡൻ ഹാർട്ട് പുരസ്കാരം മിസിസ് കേരള വേദിയിൽ ബ്യൂട്ടിഫുൾ സ്കിൻ ടൈറ്റിൽ, നവംബറിൽ ഡൽഹിയിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ ഫൈനലിസ്റ്റുകളിൽ ഒരാൾ തുടങ്ങി 41-കാരിയായ സോഫിയ റാമ്പുകളിൽ നിന്ന് നേടിയെടുത്തത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരും സൗന്ദര്യ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതും സമ്മാനം നേടുന്നതൊക്കെ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, പോകാൻ പറ്റുമോ. അതൊന്നും പിന്നീട് ആ സമയങ്ങളിലൊന്നും നടന്നില്ല. പിന്നീട് വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മിസിസ് കേരളയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. LIC നെടുങ്കണ്ടം ഡിവിഷനിലെ ഡെവലപ്മെന്റ് ഓഫീസറായ സോഫിയ 3 കുട്ടികളുടെ അമ്മയായ ശേഷമാണ് കോളേജ് കാലഘട്ടം മുതൽ ഒപ്പം ചേർന്ന ഫാഷൻ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും നടന്നു തുടങ്ങിയത്. ആർക്കിടെക്റ്റായ ഭർത്താവ് എബ്രഹാമിന്റെ നിർബന്ധത്തെ തുടർന്നായിരുന്നു 2023 മിസിസ് കേരള മത്സരത്തിനായി അപേക്ഷിച്ചത്. മിസിസ് കേരള മത്സരത്തിന് മുന്നോടിയായുള്ള ഓഡീഷന് ശേഷം കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് തയ്യാറെടുപ്പിനായി ലഭിച്ചത്. ഓൺലൈൻ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും മുൻ മത്സരങ്ങളുടെ വീഡിയോകൾ കണ്ടും നേടിയ ആത്മവിശ്വാസം മാത്രമാണ് കൈമുതലായി ഉണ്ടായിരുന്നത്. ആദ്യ മത്സരവേദിയിൽ നിന്ന് ലഭിച്ച ഊർജം കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കരുത്തുമായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫോറെവർ സ്റ്റാർ ഇന്ത്യ നടത്തിയ സൂപ്പർ വിമൻ സൂപ്പർ ഹീറോ മത്സരത്തിലെ മൾട്ടി ടാലന്റ് പുരസ്കാരം, ദിവ പ്ലാനറ്റിന്റെ ഇൻസ്പിറേഷണൽ വിമൻ റോൾ മോഡൽ പുരസ്കാരം തുടങ്ങി സോഫിയയുടെ നേട്ടങ്ങളുടെ നിര ഇനിയുമുണ്ട് ഒരുപാട്. ഇനി മിസിസ് ഇന്ത്യ ഗ്ലോബിന്റെ സീസൺ 8 മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സോഫിയ. ന്യൂസ് 18 ഇടുക്കി.
KSRTC ബസ്സിൽ രാത്രിയിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആവശ്യപ്പെട്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന് പരാതി. താമരശ്ശേരിയിൽ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇറക്കിയത് KSRTC ഡിപ്പോയ്ക്ക് സമീപത്താണ് എന്നാണ് പരാതി. ബംഗളൂരുവിൽ നിന്നും വരികയായിരുന്നു വിദ്യാർത്ഥി. 8:30 താമരശ്ശേരിയിൽ എത്തേണ്ട ബസ് 10 മണിക്കാണ് എത്തിയത്. ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന താമരശ്ശേരി കെടവൂർ സ്വദേശി അനാമികയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ബംഗളൂരുവിലെ സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അനാമിക താമരശ്ശേരിയിലേക്കുള്ള ബസ്സിൽ കയറിയത്. രാത്രി 8:30 എത്തേണ്ട ബസ് 10 മണിക്കാണ് താമരശ്ശേരിയിലെത്തിയത്. പഴയ ബസ് സ്റ്റാൻഡിൽ അനാമികയുടെ പിതാവ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവിടെ ബസ് നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്നാണ് പരാതി. 10 മണിയാകുമ്പോഴാണ് എത്തിയത് 8:30 എത്തേണ്ട ബസ്. പക്ഷേ അത് ഞാൻ സാധാരണ ഇറങ്ങുന്നത് താമരശ്ശേരി അവിടെ പഴയ സ്റ്റാൻഡിലാണ്. അവിടെ നിർത്താൻ ഞാൻ എത്തുന്ന ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു ഇത് ഇവിടെ നിർത്താൻ പറ്റില്ല, KSRTC ഡിപ്പോന്റെ അവിടെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എത്തി. അച്ഛൻ പിന്നെ അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേനി പഴയ സ്റ്റാൻഡിൽ. അപ്പൊ നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ ആ ഡിപ്പോന്റെ അടുത്ത് എത്തിയ അച്ഛൻ വന്ന് ചോദിച്ചു എന്താ നിങ്ങൾ നിർത്താത്തതെന്ന്. അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവള് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ പറഞ്ഞേ. 1 കിലോമീറ്ററോളം അകലെയുള്ള KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്താണ് പിന്നീട് ബസ് നിർത്തിയത്. ബസ്സിനെ പിന്തുടർന്ന് ഡിപ്പോയ്ക്ക് സമീപമെത്തിയ പിതാവ് ഇത് ചോദ്യം ചെയ്തു. ബസ് നിർത്താൻ ആവശ്യപ്പെട്ടത് കേട്ടില്ലെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. തുടർന്നാണ് അനാമിക KSRTCക്ക് പരാതി നൽകിയത്. ന്യൂസ് 18 കോഴിക്കോട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പുനലൂർ നഗരസഭാ ശ്മശാനം വീണ്ടും പ്രവർത്തനരഹിതമായി. നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന് 1 വർഷമായപ്പോഴേക്കുമാണ് ശ്മശാനം വീണ്ടും തകരാറിലായത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. 1 വർഷം മുൻപാണ് 9 ലക്ഷം രൂപ ചെലവഴിച്ച് പുനലൂർ നഗരസഭയുടെ തൊളിക്കോട്ടെ വാതക ശ്മശാന ശമന തീരം അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ ശ്മശാനം വീണ്ടും തകരാറിലായതോടെ ആഴ്ചകളായി ഇവിടെ ശവസംസ്കാരം നടത്തുന്നില്ല. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മൃതദേഹവുമായി കിലോമീറ്ററുകൾ താണ്ടി തെന്മലയിലേക്കോ കൊല്ലം പോളയത്തോട്ടേക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. പുനലൂർ പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ. ഇവർക്കൊക്കെ സ്വന്തം പുരയിടത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് അവർ ഈ ശ്മശാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. 17 ലക്ഷം രൂപ കൊടുത്ത് ചെലവാക്കി ഇൻസ്റ്റാൾ ചെയ്ത ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി 1 വർഷം 9 ലക്ഷം രൂപ വരെ ചെലവഴിച്ചിട്ടും അതിപ്പോഴും പ്രവർത്തന സജ്ജമാകുന്നില്ല എന്നത് ദുരൂഹതയാണ്. അതിനുള്ള ബർണറുകളിൽ കേട് സംഭവിച്ചു എന്ന് പറയുന്നു. ആ ബർണറുകൾക്ക് കേട് സംഭവിച്ചത് പരിഹരിക്കാൻ കഴിയാത്തത്, സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. 2018 1 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ ശ്മശാനം നവീകരിച്ചിരുന്നു. പിന്നീട് ശ്മശാനത്തിന്റെ പുകക്കുഴൽ ദ്രവിച്ചതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു. വാതക ചേംബറിലുണ്ടായ ചോർച്ചയുൾപ്പെടെയുള്ള തകരാറുകൾ മൂലം കഴിഞ്ഞ വർഷവും 6 മാസത്തോളം ഇത് അടച്ചിട്ടിരുന്നു. 9 ലക്ഷം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞ കൊല്ലം ജൂണിൽ ശ്മശാനം വീണ്ടും തുറന്നു. ശ്മശാനം സ്ഥാപിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനി തന്നെയാണ് അറ്റകുറ്റപ്പണിയും നടത്തിയത്. 10 വർഷം മുൻപ് തൊളിക്കോട് പ്രവർത്തനം ആരംഭിച്ച ശ്മശാനത്തിൽ നഗരസഭയിൽ നിന്നുള്ളവർക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങളും സംസ്കരിച്ചിരുന്നു. തകരാർ പരിഹരിക്കുന്നതിനുള്ള അടങ്കൽ തയ്യാറാക്കൽ നടപടിയായിട്ടുണ്ടെന്നും പരമാവധി വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുമെന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. ന്യൂസ് 18 പുനലൂർ. ഒരുപാട് പേര് രാവിലെ കണ്ടുകൊണ്ട് യൂട്യൂബിൽ കാണുന്നവർ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് മഴയുടെ സാഹചര്യത്തിൽ അവധിയുണ്ടോ എന്നാണ് കൂടുതൽ മെസ്സേജുകളും വരുന്നത്. വിജയകുമാർ ചോദിക്കുന്നു കൊല്ലത്ത് അവധിയുണ്ടോ എന്നും. അവധിയില്ല. 5 ജില്ലകളിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്. അത് കോട്ടയം, വയനാട്, പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളാണ്. കോഴിക്കോട് അവധി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ അനീഷ് സംസാരിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഒരുപാട് തർക്കം നടക്കുന്നുണ്ട്. കോഴിക്കോട് കളക്ടർ കാണുന്നില്ലേ മഴ പെയ്യുന്നത് എന്നൊക്കെ. എന്തായാലും 5 ജില്ലകളിൽ മാത്രമാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടവേള. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ മരണം 9ആയി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടം. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും ശക്തമായ മഴ തുടരുന്നു. ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും മിന്നൽ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഫിഞ്ചാൽ എഫക്ട് കേരളത്തിലും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും റെഡ് അലേർട്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും റെഡ് അലേർട്ടാണ്.
കോട്ടയം, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ചുഴലിക്കാറ്റിനിടെ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ച വിമാനം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇടത്തോട്ട് ചെരിഞ്ഞ വിമാനം പൈലറ്റിന്റെ സമയോചിത ഇടപെടലിൽ വീണ്ടും പറന്നുയർന്നു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിച്ചത്. തിരുവല്ല CPM-ലെ വിഭാഗീയതയിൽ കടുത്ത നടപടി. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കണ്ണൂർ, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാവില്ല. ഫിൻജാൽ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും പ്രളയഭീതിയിൽ തമിഴ്നാട്. ശക്തമായ മഴ തുടരുന്നു. നിലവിൽ കാറ്റ് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നു. വൈകാതെ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. ഫിൻജാലിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രയുടെ തെക്കൻ തീരത്തും കേരളത്തിലും അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. കൂറ്റൻ പാറ വീടുകൾക്ക് മുകളിലേക്ക് വീണു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടക പ്രവാഹം. ഇന്ന് രാവിലെ 6 മണിവരെ 22,637 പേരാണ് സന്നിധാനത്തെത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. സന്നിധാനത്ത് ശനിയാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴ കാരണം പരമ്പരാഗത കാനനപാത അടച്ചു. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ പ്രതികളായ CPM നേതാവ് PR അരവിന്ദാക്ഷൻ, ബാങ്ക് മുൻ അക്കൌണ്ടന്റ് CK ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇരുവരുടെയും ഹർജിയിൽ ജസ്റ്റിസ് CS ഡയസ് ആണ് വാദം പൂർത്തിയാക്കി വിധി പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കേസിൽ അറസ്റ്റിലായ ഇരുവരും 1 വർഷത്തിലേറെയായി റിമാൻഡിലാണ്. പാലക്കാട് കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപം സ്കൂട്ടറുകളും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കല്ലടിക്കോട് 3 ഏക്കർ സ്വദേശി രമ്യയാണ് മരിച്ചത്. ഇവരുടെ മകൻ ജെറിൻ, ഓട്ടോ ഡ്രൈവർ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 4 കോടിയിലേറെ രൂപ തട്ടിയെടുത്തവർ പണം കൈമാറ്റം ചെയ്തത് 450ഓളം അക്കൌണ്ടുകളിലൂടെ. തട്ടിയെടുത്ത പണത്തിലെ 1 കോടിയോളം രൂപ വിവിധ അക്കൌണ്ടുകളിലായി പോലീസ് മരവിപ്പിച്ചു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി സൈബർ പോലീസ്. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. BJP കൈക്കൊള്ളുന്ന തീരുമാനത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനടക്കം അവകാശവാദം ഏക്നാഥ് ഷിൻഡെ അവസാനിപ്പിച്ചിട്ടില്ല. പാർലമെന്റിൽ തുടർച്ചയായ സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. ശരത് പവാർ NCPക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ആശങ്ക രേഖപ്പെടുത്തി ഇടത് പാർട്ടികളും രംഗത്തെത്തി. ഇന്ന് ചേരുന്ന സഖ്യ നേതാക്കളുടെ യോഗത്തിൽ തുടർ നടപടികളിൽ തീരുമാനമാകും. സംഭലിലെ മസ്ജിദിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള 3ാമത്തെ പള്ളിയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടനകൾ. ഉത്തർപ്രദേശ് ബദായുനിയിലെ ഷംസി ഷാഹി മസ്ജിദിനെതിരെയാണ് സംഘടനയുടെ അവകാശവാദം. കേസ് ഡിസംബർ 5-ന് വീണ്ടും കോടതി പരിഗണിക്കും. വിദ്യാർത്ഥി സമരങ്ങളും പ്രതിഷേധങ്ങളും
വിലക്കി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ. അധികൃതരിൽ നിന്ന് അനുമതി നേടാതെ സമരങ്ങളോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ. മകളെ പ്രഷർ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ച് പിതാവ് കൊന്നു. ഗുജറാത്തിലെ സൂറത്തിലാണ് സംഭവം. മുകേഷ് പർമറാണ് മകൾ ഹെദാലിയെ കൊലപ്പെടുത്തിയത്. വീട്ടുജോലികൾ ചെയ്യാതെ മൊബൈൽ നോക്കിയിരുന്നതിൽ പ്രകോപിതനായാണ് കുക്കർ എടുത്ത് തലയ്ക്കടിച്ചത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിലെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച ഡോക്ടർ അറസ്റ്റിൽ. കോയമ്പത്തൂരിലാണ് സംഭവം. ഡോക്ടർ വെങ്കിടേഷാണ് അറസ്റ്റിലായത്. ഒളിക്യാമറയും മെമ്മറി കാർഡും കണ്ടെടുത്തു. വനിതാ ഡോക്ടർ ക്യാമറ കണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കന്നഡ നടി ശോഭിത ശിവണ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് ഹൈദരാബാദിലെ വസതിയിൽ. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. ഹൈദരാബാദ് പോലീസ് അന്വേഷണം തുടങ്ങി. ഉത്തർപ്രദേശിൽ 8 വയസ്സുകാരി വെടിയേറ്റ് മരിച്ചു. മീററ്റിലെ കാലിന്ദി ഗ്രാമത്തിലാണ് സംഭവം. സഹോദരനെയാണ് അക്രമി സംഘം ലക്ഷ്യമിട്ടത്. ലക്ഷ്യം തെറ്റി സഹോദരി ആഫിയുടെ മേൽ വെടിയേൽക്കുകയായിരുന്നു. നെഞ്ചിൽ ബുള്ളറ്റ് തെറിച്ച കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അന്താരാഷ്ട്ര വാർത്തകൾ. സൗദിയിലെ ദമാമിൽ പാചകവാതകം ചോർന്ന് തീപിടിച്ച് മലയാളി മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അസീസ് സുബൈർകുട്ടിയാണ് മരിച്ചത്. താമസ സ്ഥലത്താണ് അപകടമുണ്ടായത്. രാവിലെ ഉറക്കമുണർന്ന് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വലിയ പൊട്ടിത്തെറിയോടെ തീ പടരുകയായിരുന്നു. സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. ഗാസയിൽ പലസ്തീനികൾക്ക് ഭക്ഷണം നൽകുന്ന ചാരിറ്റി സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചന്റെ 3 ജീവനക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സഹായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടർന്ന് ലിവർപൂൾ FC. ഇന്നലെ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തു. ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിലായിരുന്നു മത്സരം. പ്രാദേശികം. പുനലൂർ നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ കാണാനില്ലെന്ന് പരാതി. നഗരസഭയിലെ കൌൺസിലർ തന്റെ പക്കൽ നിന്നും ആസ്തി രജിസ്റ്റർ നഷ്ടമായതായി കാണിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകി. ചെയർപേഴ്സന്റെ മുറിയിൽ വെച്ചിരുന്ന രജിസ്റ്ററാണ് കാണാതായത്. കലോത്സവത്തിന് എത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ പോലീസ് സംഘടനയും കൈകോർത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണങ്ങൾ നൽകി പോലീസ് പവലിയൻ. 5 ദിവസവും സൗജന്യമായി ലഘുഭക്ഷണങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസമായി. താമരശ്ശേരിയിൽ KSRTC ബസ്സിൽ രാത്രി യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആവശ്യപ്പെട്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന് പരാതി. പഴയ ബസ് സ്റ്റാൻഡിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇറക്കിയത് KSRTC ഡിപ്പോയ്ക്ക് സമീപമാണെന്ന് പരാതി. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്നു വിദ്യാർത്ഥി. 8:30 താമരശ്ശേരിയിൽ എത്തേണ്ട ബസ് 10 മണിക്കാണ് എത്തിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പുനലൂർ നഗരസഭാ ശ്മശാനം വീണ്ടും പ്രവർത്തനരഹിതമായി. നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന് 1 വർഷം ആയപ്പോഴേക്കും ആണ് ശ്മശാനം വീണ്ടും തകരാറിലായത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വീട്ടിൽ മോഷണത്തിനെത്തിയ സംഘത്തെ ഗൾഫിലിരുന്ന് കണ്ട് പ്രവാസി. ആദവനാട്ടെ പ്രവാസി വ്യവസായി മാട്ടുമൽ അബ്ദുറഹീമിന്റെ വീട്ടിലാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർച്ചാശ്രമം നടത്തിയത്. വീട്ടിൽ കയറാൻ കഴിയാതെ വന്നതോടെ തസ്കര സംഘം CCTV ക്യാമറകൾ തകർത്ത് മടങ്ങി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വീണ്ടും രാവിലെയിലേക്ക് കൊടികുത്തുന്ന വിഭാഗീയത. സമ്മേളനകാലത്ത് CPM-ന് തലവേദനയായി വിഭാഗീയ നീക്കങ്ങളും നേതാക്കളുടെ തമ്മിലടിയും. ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു. ആശയങ്ങളുടെ പേരിലല്ല, അധികാര തർക്കങ്ങളുടെയും വ്യക്തിവിദ്വേഷങ്ങളുടെയും പേരിലുള്ള തർക്കമാണ് സമ്മേളന വേദികളിൽ നിന്ന് തെരുവിലേക്ക് പടരുന്നത്.
സമ്മേളനകാലത്ത് നാടുനീളെ ഓടി നടന്ന വിഭാഗീയ നീക്കങ്ങളും തമ്മിൽ തല്ലും പരിഹരിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിമാർക്കും ഉണ്ടാകാത്ത ഗതികേട്. സമ്മേളനകാലത്ത് ആദ്യം തർക്കം തുടങ്ങിയത് സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലെ ബ്രാഞ്ചിലാണ്. ലോക്കൽ സമ്മേളനം കടന്ന് ഏരിയ സമ്മേളനങ്ങൾ പകുതിയിലേറെ പിന്നിടുമ്പോൾ പലയിടത്തും നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയാണ് പാർട്ടി പ്രവർത്തകർ. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇടപെടുത്തി പരിഹരിക്കുകയാണ് CPMന്റെ രീതി. ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തർക്കങ്ങൾ തെരുവിലേക്ക് നീങ്ങിയതോടെ സെക്രട്ടറിക്ക് നേരിട്ട് ഓരോ വിഷയത്തിലും ഇടപെടേണ്ട അവസ്ഥയായി. സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന തോന്നലും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് തെറ്റുതിരുത്തൽ രേഖ കർശനമായി നടപ്പാക്കാൻ CPM തീരുമാനിച്ചത്. പലയിടത്തും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സമ്മേളനങ്ങൾ മേൽക്കടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളും കൂടുകയാണ്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും കടുത്ത വിഭാഗീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി തന്നെ സമ്മേളനവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഉണ്ടായ അസ്വസ്ഥതകൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പടർന്നാൽ അത് CPMനുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. സമ്മേളനകാലത്ത് പാർട്ടി നടപടികൾ സാധാരണമല്ലെങ്കിലും കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയാണ് CPM ചെയ്തത്. തിരുവല്ലയിലും ശക്തമായ നടപടിയുണ്ടായി. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറിയെ ഇന്ന് പുറത്താക്കിയേക്കും. VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ആശയങ്ങളുടെ പേരിലായിരുന്നു പോരാട്ടം. എന്നാൽ ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കവുമാണ് CPMനെ നാണക്കേടിലാക്കുന്നത്. പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന നേതൃത്വത്തിലും വലിയ വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വിഭാഗീയതയിൽ കുടുങ്ങി CPMന്റെ സമ്മേളനകാലം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി തിരുവല്ലയിലെ വിഭാഗീയതയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള വിഭാഗീയത ജില്ലാ സമ്മേളനത്തിലും നേതൃത്വത്തിന് തലവേദനയാകും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 9-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 തവണ അലങ്കോലപ്പെട്ട സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇടപെടലിലൂടെയാണ് വീണ്ടും ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചെന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് വിമർശനങ്ങൾക്കും പിന്നീട് സമ്മേളനം തടസ്സപ്പെടാനും കാരണം. മുൻ ലോക്കൽ സെക്രട്ടറി CC സജിമോനെതിരെ പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത് തോമസ് ഐസക്കായിരുന്നു. ഇതിനെ തുടർന്ന് സജിമോനും മുൻ ഏരിയ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. പുതിയ ലോക്കൽ കമ്മിറ്റിയിൽ സജിമോനുമായി ബന്ധപ്പെട്ടവരെ മാറ്റി നിർത്തണമെന്നാണ് എതിർപക്ഷത്തിന്റെ ആവശ്യം. തിരുവല്ലയിൽ CPM 2 തട്ടിലാണെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം ഇനിയും തുടരാനാണ് സാധ്യത. ഏരിയ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങളും പാളിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ കൊടുമൺ ഏരിയ സമ്മേളനത്തിലും മത്സരത്തിലൂടെയാണ് ഉദയഭാനുവിന്റെ വിശ്വസ്തൻ RB രാജീവ് കുമാർ വിജയിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും ഏരിയ സമ്മേളനത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ സമ്മേളനം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം തുടരുമ്പോഴും അടിക്കടിയുണ്ടാകുന്ന വിഭാഗീയത തലവേദനയാവുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. CPMനെ പരിഹസിക്കാൻ വഴിവെക്കുന്നതും സ്വയം പരിഹാസ്യനാകാൻ ഉതകുന്നതുമായി നിരവധി പ്രസ്താവനകളാണ് മുൻ ഇടത് കൺവീനർ EP ജയരാജൻ നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുന്നതായുള്ള കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഒടുവിലത്തെ കണ്ടുപിടുത്തവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചിരി പടർത്തുകയാണ്. ഉത്തരാധുനികത അഥവാ പോസ്റ്റ് മോഡേണിസമാണ് CPM നേതാവ് EP ജയരാജനെ ഇപ്പോൾ അസ്വസ്ഥനാക്കുന്നത്. കണ്ണൂർ കണ്ണപുരത്ത് CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ ഉത്തരാധുനികതയുടെ കഴുത്തിന് തന്നെ കടന്നുപിടിച്ചു. CPMനെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകൾ ഇറക്കുമതി ചെയ്ത പോസ്റ്റ് മോഡേണിസ്റ്റുകൾ രാജ്യത്തിൻ്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. കൂടെ വലതുപക്ഷ മാധ്യമങ്ങളും. ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോയി. പക്ഷേ EPയെ പറ്റിക്കാൻ ഉത്തരാധുനികതയ്ക്കല്ല ഉത്തരഘടനാവാദികൾക്ക് പോലുമാകില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPMനെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്.
അതിനുള്ള കടുത്ത ആക്രമണമല്ലേ? ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. കായിക മന്ത്രിയായിരിക്കെ ബോക്സിംഗ് താരം മുഹമ്മദ് അലി മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ വിളമ്പിയ മണ്ടത്തരം കേരളം മറന്നിട്ടില്ല. കേരളത്തിന്റെ കായിക ലോകത്തെ ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ താരം സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി മുഹമ്മദ് അലി എന്ന് പറഞ്ഞ് EP ട്രോളുകളിൽ ഇടം പിടിച്ചു. മെസ്സിയെ കേരളത്തിന്റെ സ്വന്തം മേഴ്സിയാക്കി. വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് മനസ്സിലാക്കിയില്ലെന്നും ഇനി ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്നും പ്രഖ്യാപിച്ചപ്പോൾ കേരളം കുടുകുടാ ചിരിച്ചു. പിന്നാലെ കേരയിൽ വന്നാൽ ഇൻഡിഗോയുടെ ആപ്പീസ് പൂട്ടുമെന്നും EP തട്ടിവിട്ടു. കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ വന്ദേ ഭാരത് തീവണ്ടികളെ പുകഴ്ത്തി അന്നത്തെ LDF കൺവീനർ EP ജയരാജൻ. നല്ല വേഗതയും സൗകര്യവും വന്ദേ ഭാരതിനുണ്ടെന്ന് രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണി ജനപ്രതിനിധികൾ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് പ്രസ്താവിച്ചു. കേരയിൽ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് കേരളത്തിന് വന്ദേ ഭാരത് ലഭിച്ചത്. ഇല്ലെങ്കിൽ കണ്ടം വെച്ച ട്രെയിനുകളാകും കിട്ടുക എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. പ്രസ്താവന കൊണ്ടു മാത്രമല്ല, പുസ്തകം കൊണ്ടും പത്രസമ്മേളനം കൊണ്ടും മറ്റു പാർട്ടി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കൊണ്ടും ഒക്കെ EP പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. കേരളത്തിന് ഇനിയും പറഞ്ഞു ചിരിക്കാനുണ്ടാകും ഏറെ EP ഫലിതങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദുരിതം പെയ്യുന്ന തമിഴ്നാട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് പിന്നാലെ കടുത്ത ദുരിതത്തിലും വെള്ളക്കെട്ടിലുമാണ് പുതുച്ചേരിയും തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളും. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. കാണാതായ 7 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. 5 കുട്ടികളടക്കമാണ് 7 പേർ മണ്ണിനടിയിലായത്. തെരച്ചിൽ തുടരുകയാണ്. ദിൽന ദിനേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിൽന, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി പറയുന്നത് പോലെ ഫിഞ്ചാൽ ദുർബലപ്പെട്ടുവെങ്കിലും തമിഴ്നാടും പുതുച്ചേരിയും അടക്കം വലിയ തരത്തിലുള്ള ഒരു മഴയിലൂടെയാണ് കടന്നു പോകുന്നത്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അതിൽ 3 മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേരാണ് മണ്ണിനടിയിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, 9 ജില്ലകളിലാണ് ഇന്ന് തമിഴ്നാട്ടിൽ മുന്നറിയിപ്പുള്ളത്. അതിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ, ചെന്നൈ അടക്കമുള്ള 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മറ്റൊന്ന്, സബ്സ്റ്റേഷനുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി പലയിടങ്ങളിലും വൈദ്യുതിയില്ല. വെള്ളം ഇറങ്ങിയാൽ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നില്ല. പല ഭാഗങ്ങളിലും ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പുതുച്ചേരിയിലടക്കം പലയിടങ്ങളിലും പുതുച്ചേരിയിൽ ജില്ലാ ഭരണകൂടം അവിടുത്തെ എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, 9 ജില്ലകളിൽ ഇന്ന് തമിഴ്നാട്ടിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴുപ്പുറം, കടലൂർ, തിരുവണ്ണാമലൈ, വെല്ലൂർ, കൃഷ്ണഗിരി, റാണിപ്പെട്ട്, തിരുപ്പത്തൂർ, ധർമ്മഗിരി എന്നീ 9 ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പല ട്രെയിനുകളും വന്ദേ ഭാരത് അടക്കം 10 ട്രെയിനുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെന്നൈ എക്സ്പ്രസ് ഭാഗികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി രൂപപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും കേരള തീരത്തും അത് വലിയ തരത്തിലുള്ള ഒരു ശക്തിയുള്ള ഒരു ന്യൂനമർദ്ദമായി തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്നത് പോലെ ഫിഞ്ചാലിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. പല ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പലയിടത്തും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ PR അരവിന്ദാക്ഷൻ, ബാങ്ക് മുൻ അക്കൌണ്ടന്റ് CK ജിൽസ് എന്നിവരുടെ ജാമ്യ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കേസിൽ അറസ്റ്റിലായ ഇരുവരും 1 വർഷത്തിലേറെയായി റിമാൻഡിലാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇരുവരുടെയും ജാമ്യ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്.
4 പേരെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED നൽകിയ കുറ്റപത്രം സമർപ്പിച്ച ശേഷം 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. PP കിരൺ, P സതീഷ് കുമാർ, PR അരവിന്ദാക്ഷൻ, അതുപോലെ മുൻ അക്കൗണ്ടന്റ് ജിൽസ് തുടങ്ങിയവരാണ്. അതിൽ തന്നെ ജിൽസിന്റെയും അരവിന്ദാക്ഷന്റെയും PR അരവിന്ദാക്ഷനും കഴിഞ്ഞ 1 വർഷമായി ജയിലിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം, റിമാൻഡിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ മുൻകൂർ അവരുടെ ജാമ്യാപേക്ഷ ഇതുവരെയും പരിഗണിച്ചില്ല. ഇടയ്ക്ക് പരിഗണിച്ചിരുന്നു, പക്ഷേ അത് ജാമ്യം നൽകുന്ന ഒരവസ്ഥയിലേക്ക് പോയില്ല. കാരണം ED ശക്തമായി അതിനെ എതിർത്തിരുന്നു. 90 കോടിയോളം രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടത്. കള്ളപ്പണ ഇടപാടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. മാത്രമല്ല ഈ ഒരു CPMന്റെ വിവിധ അക്കൗണ്ടുകളിലേക്കാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ലോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുക പോയിട്ടുള്ളത് എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ഈ പണം ഉപയോഗിച്ച് തന്നെയാണ് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അങ്ങനെ CPMന്റെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ള പണവും അതുപോലെ CPMന്റേതായിട്ടുള്ള ഭൂമിയുടെ അഴിമതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻ നിർത്തിക്കൊണ്ട് തന്നെ ED ഇതെല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല AC മൊയ്തീനും PK ബിജുവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകത്ത് ഇടപെട്ടു. ഇതിനകത്ത് മൊയ്തീന്റെ സ്വത്ത് വരെ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ EDക്കുണ്ട്. AC മൊയ്തീൻ അതുപോലെ PK ബിജു തുടങ്ങിയവരെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണയാണ് ED ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും രാജ്യത്തെ 2ാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്താകുന്നത്. നേരത്തെ ആം ആദ്മി പാർട്ടിയെ മദ്യനയ കേസിൽ ഇത്തരത്തിൽ ED പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കേസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പാർട്ടിയുടെ സുവനീർ പോലെയും തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്കും ഒക്കെ ഒഴുകിയ പണം ഇവിടെ നിന്നും കണ്ടെത്തിയതാണ്. അത് പാർട്ടി മുതിർന്ന നേതാക്കളുടെ അനുമതിയോടുകൂടിയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ലോൺ തട്ടിപ്പ് നടന്നതും എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ED ഉണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായ കണക്കുകൾ നിരത്തിയത് 12,000-ലേറെ പേജുകളായിരുന്നു ED 6 പെട്ടികളായിട്ടായിരുന്നു ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതിയിലെത്തിയിരുന്നത്. അത്രയും വലിയ ബൃഹത്തായ ഒരു കേസിലേക്ക് ഒരു വർഷത്തോളമായി ഈ 2 പേര് PR അരവിന്ദാക്ഷനും ജിൽസും ജയിലിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. ഒരു 11 മണിയോടെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ആദ്യ ലിസ്റ്റിൽ തന്നെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഈ PR അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യാപേക്ഷ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ശരി. ആജ്ഞ. കലോത്സവത്തിനെത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ പോലീസ് സംഘടനയും കൈകോർത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണങ്ങൾ നൽകി പോലീസ് പവലിയൻ. 5 ദിവസവും സൗജന്യമായി ലഘുഭക്ഷണങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസമായി. കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് HSS ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച പോലീസ് പവലിയനിലാണ് ലഘുഭക്ഷണങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകിയത്. ദാഹജലം, ഉണ്ണിയപ്പം, പഴം, ഓറഞ്ച്, നാരങ്ങാവെള്ളം തുടങ്ങിയവയായിരുന്നു പവലിയനിൽ ഒരുക്കിയത്. ലഘുഭക്ഷണങ്ങളോടൊപ്പം സ്കൂൾ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പോസ്റ്ററുകളും സന്ദേശങ്ങളും പവലിയനിൽ പ്രദർശിപ്പിച്ചിരുന്നു. കലയെ സ്നേഹിക്കാം, ലഹരിയെ തുരത്താം എന്ന സന്ദേശവും ലഘുചിത്ര പ്രദർശനവും ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നിവയെ തിരിച്ചറിയാനുള്ള പോസ്റ്ററുകൾ, സെക്ഷൽ അബ്യൂസ്, പോക്സോ തുടങ്ങിയവയ്ക്കെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കാനുള്ള ചിത്രങ്ങൾ, അടിയന്തര ഘട്ടങ്ങളിൽ പോലീസ് സഹായ ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. പവലിയനിലേക്ക് നേരിട്ടെത്തി ലഘുഭക്ഷണങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്ക് പ്രവർത്തകർ എത്തിച്ചു നൽകുകയും ചെയ്തു. പ്രധാന വേദിയിൽ അവസാന മത്സരം അരങ്ങേറിയപ്പോൾ കാണികൾക്ക് മധുരം നൽകിയാണ് പവലിയൻ അവസാനിപ്പിച്ചത്. വരും വർഷങ്ങളിലും പോലീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കലോത്സവ വേദികളിൽ സജീവമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേരുടെ സ്പെഷ്യൽ ഡേ ആയിരിക്കും December 2. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. കായംകുളം വടക്കേ തോപ്പിൽ ലുബീന മോളുടെ 18ാമത്തെ പിറന്നാളാണിന്ന്. ലുബീന മോൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നത് ലുബാബ, ഹിലാൽ, ഷാ, സൈബു, ഫർസാന, മക്ബൂൽ, അഫ്ര, ഔഫിയ, ഹസ്ന, സജീന, ഫിദ. ഒരു വലിയ നീണ്ട ലിസ്റ്റാണ് കേട്ടോ. ഇവരെല്ലാവരും ലുബീനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ന്യൂസ് 18ന്റെ വകയും ആശംസകൾ.
വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കരുനാഗപ്പള്ളിയിലുള്ള സ്നേഹയ്ക്കും വിനീഷിനും ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നലെയായിരുന്നു രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി. ഡിസംബർ 1 ഇന്നലെ നൽകാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും കുറച്ച് വൈകിപ്പോയെങ്കിലും ഒട്ടും പകിട്ട് കുറയാത്ത ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18. നന്നായി പോകട്ടെ ജീവിതം, മനോഹരമായിരിക്കട്ടെ. സുൽത്താൻ ബത്തേരിയിലെ സൈഫുനിസയുടെ പിറന്നാളാണിന്ന്. ആശംസകളുമായി സഹോദരിമാരായ സമീറ, സാൻഫിദ, ഷാഹിന എന്നിവരാണ് സൈഫുനിസയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് കേട്ടോ സൈഫുനിസയുടെ പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സൈഫുനിസ. ആലപ്പുഴ മുട്ടാർ സ്വദേശികളായ മോനിച്ചൻ റിങ്കു ദമ്പതികളുടെ മകൾ എലൻ റോസ് മോനിച്ചന്റെ 4ാം പിറന്നാളായിരുന്നു ഇന്നലെ. എലന്റെ നല്ലൊരു ഫോട്ടോ, ചിരിച്ചിരിക്കുന്ന ഫോട്ടോ. എലൻ, ഹാപ്പി ബർത്ത്ഡേ. ബിലേറ്റഡ് വിഷസ് ആണെങ്കിൽ പോലും നന്നായിരിക്കട്ടെ മോളൂ. എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്പെഷ്യൽ ഡേയും ന്യൂസ് 18 ആഘോഷിക്കാം. ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് വരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. വീണ്ടും വാർത്തയിലേക്കാണ്. സംഭലിലെ മസ്ജിദിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള 3ാമത്തെ പള്ളിയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടനകൾ. ഉത്തർപ്രദേശ് ബദായുമിലെ ഷംസി ഷാഹി മസ്ജിദിനെതിരെയാണ് സംഘടനകളുടെ അവകാശവാദം. കേസ് ഡിസംബർ 5 കോടതി വീണ്ടും പരിഗണിക്കും. സംഭൽ ഷാഹി മസ്ജിദിലെ നിയമ നടപടികൾ തുടർന്നുണ്ടായ സംഘർഷം തുടരുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിലെ മറ്റൊരു പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയത്. ബദായുനി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി മസ്ജിദ് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്നാണ് കോടതിയിൽ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നൽകിയ സ്വകാര്യ ഹർജിയിലെ വാദം. പള്ളിയിൽ പൂജകൾ നടത്താൻ അനുവദിക്കണമെന്നും സർവേ നടത്താൻ ഉത്തരവിടണമെന്നുമാണ് സംഘടനകളുടെ അവകാശവാദം. 2022 ഹിന്ദു മഹാസഭാ നേതാവ് മുകേഷ് പട്ടേൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത്. എന്നാൽ 850 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണെന്നും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നില്ലെന്നും ഷംസി ഷാഹി മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ അഭിഭാഷകൻ അസ്രാർ അഹമ്മദ് പറയുന്നു. ഹിന്ദുത്വ സംഘടനകളുടെ വാദം അംഗീകരിക്കാനാവില്ലെന്നും കേസ് തള്ളണമെന്നും ഷംസി ഷാഹി മസ്ജിദ് പരിപാലന കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെയും വഖഫ് ബോർഡിന്റെയും വാദങ്ങൾ പൂർത്തിയായി. കേസ് ഡിസംബർ 5 വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഇതിനു പുറമെ അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ച ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട ഹിന്ദുസേനയാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥി സമരങ്ങളും പ്രതിഷേധങ്ങളും വിലക്കി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. അധികൃതരിൽ നിന്ന് അനുമതി നേടാതെ സമരമോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ നടപടിയുണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംഘപരിവാർ അജണ്ടകൾക്കെതിരെയും ശക്തമായി നാവുയർത്തുന്ന ജാമിയ മിലിയ ഇസ്ലാമിയയിലും സമരങ്ങൾക്ക് പൂട്ടുവീഴുന്നു. സർവകലാശാലയുടെ അനുമതിയില്ലാതെ ചില വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അന്വേഷണ ഏജൻസികൾക്കെതിരെയും മുദ്രാവാക്യം മുഴക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സർവകലാശാല പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെന്നും രജിസ്ട്രാർ സർക്കുലർ ഇറക്കി. മുൻകൂർ അനുമതിയില്ലാതെ മുദ്രാവാക്യങ്ങൾ, സമരങ്ങൾ, ധർണകൾ, പ്രതിഷേധങ്ങൾ തുടങ്ങിയവ നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും രജിസ്ട്രാർ മഹ്താബ് അലാം റിസ്വി അറിയിച്ചു. അതേസമയം സർക്കുലറിനെതിരെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ രംഗത്തെത്തി. സർവകലാശാല അധികൃതർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്നും സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുകയാണെന്നും സംഘടന ആരോപിച്ചു. സർവകലാശാലയുടെ സമര പാരമ്പര്യത്തെ സംഘപരിവാറിന് മുന്നിൽ അടിയറവ് വയ്ക്കാൻ അനുവദിക്കില്ലെന്നും AISA വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പാർലമെന്റിൽ തുടർച്ചയായുള്ള സ്തംഭനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. ശരത് പവാർ NCPക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ആശങ്ക രേഖപ്പെടുത്തി ഇടതു പാർട്ടികളും രംഗത്തെത്തി. ഇന്ന് ചേരുന്ന സഖ്യ നേതാക്കളുടെ യോഗത്തിൽ തുടർ നടപടികൾ തീരുമാനമാകും. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യവാരം ബഹളത്തിൽ മുങ്ങിയിരുന്നു. ഇരുസഭകളിലും ചർച്ചകൾ മിനിറ്റുകളിൽ മാത്രം ഒതുങ്ങി പിരിയേണ്ടി വന്നു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളും ഉത്തർപ്രദേശിലെ സംഭാലിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മണിപ്പൂരും ചർച്ച ചെയ്യാൻ ഭരണപക്ഷം അനുവദിക്കാത്തതോടെയായിരുന്നു പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമായത്. തിങ്കളാഴ്ച വെറും 6 മിനിറ്റും ബുധനും വ്യാഴവും 14 മിനിറ്റ് വീതവും വെള്ളിയാഴ്ച 20 മിനിറ്റും മാത്രമാണ് ലോക്സഭ കൂടിയത്.
അതേസമയം തിങ്കളാഴ്ച 33 മിനിറ്റും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 16 മിനിറ്റും വെള്ളിയാഴ്ച 13 മിനിറ്റ് മാത്രമാണ് രാജ്യസഭയും സമ്മേളിച്ചത്. വരും ദിവസങ്ങളിൽ നിരവധി ബില്ലുകളാണ് പാർലമെന്റിൽ എത്താനിരിക്കുന്നത്. അപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നാൽ ഭരണപക്ഷം ഏകപക്ഷീയമായ ബില്ലുകൾ പാസാക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സങ്കീർണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇടതു പാർട്ടികൾ കൂടി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നുമാണ് കോൺഗ്രസിനോട് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ കണ്ണൂർ കളക്ടർക്ക് വിമർശനം. ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ടായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നേരത്തെ പ്രഖ്യാപിക്കാത്തതിനാണ് ഫേസ്ബുക്ക് പേജിൽ വിമർശനവും പരിഹാസവും ഉണ്ടാകുന്നത്. അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പുലർച്ചെ 1 മണിക്കാണ്. ഇത് നേരത്തെയും ഇത്തരത്തിൽ മഴയുടെ സാഹചര്യത്തിലൊക്കെ ജില്ലാ കളക്ടർമാർക്ക് രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നേരത്തെ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന കാര്യമടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനം നേരത്തെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ണൂർ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോടും ഇതേ രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കോഴിക്കോട് അവധിയുണ്ടോ എന്നുള്ള. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കോഴിക്കോട് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മഴയാണ്, നമുക്ക് ജാഗ്രത തുടരാം. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ നടത്തുന്നു. നമുക്ക് അവർക്കൊപ്പം നിൽക്കാം, പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ കാണാം. നമസ്കാരം. ഈ കേസിൽ